ഗൈസ്, ഞാൻ പിന്നെയും വന്നു. ഞാൻ അങ്ങനെ നമ്മുടെ വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് അത് ഞാൻ കണ്ടു. നൈസ് പടം ഗൈസ്, നൈസ് പടം എന്ന് പറഞ്ഞ പോലെ അടിപൊളി പടം. അതിൻ്റെ സെക്കൻഡ് പാർട്ട് കൊണ്ടുവച്ചത് നൈസായി. എന്നിട്ട് നൈസായി ലൈക്ക്, പക്ഷെ എനിക്ക് ഭയങ്കര ഫീലടിച്ചു. മറ്റേ ഈ സാധനം കാനഡയിലുള്ള ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ജഗദീഷിൻ്റെ, ഈ സാധനം ഡയലോഗ് അത് നല്ലോണം ഹിറ്റായി. എനിക്ക് നല്ല രീതിയിൽ ഹിറ്റായെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഹിറ്റായി. നല്ല വിഷമമായി. കാരണം എന്താ പറയുക, ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റി എനിക്കത്. അതേപോലെ തന്നെ ഹാഷിറിൻ്റെ ഒരു സാധനങ്ങൾ, ഹാഷിറേ നീ കലക്കി, ഹാഷിറേ ഇക്ക പൊളിച്ച് 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 രക്ഷയില്ല. പുള്ളിയുടെ ഒരു മ്യാരക സാധനമാണ്. ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇനി ഇവിടെ നിന്ന് 2:50 തോന്നുന്നു വണ്ടി. അപ്പോൾ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നൈസായിട്ട് വെയിൽ മാറി ഒരു സൗണ്ട് അധികം ഇല്ലാത്തൊരു ഏരിയ വന്ന് പിടിച്ച് ലൈവ് പിടിച്ചതാണ്. കാരണം നമ്മൾ മൈക്കൊന്നും ഇല്ലല്ലോ, നമ്മൾ പാവപ്പെട്ടവരല്ലേ, പണമുള്ളവൻ ആ സാധനം. അപ്പോൾ നമ്മൾ വ്ലോഗ് കൊളാക്കല്ലേ, അങ്ങനെയാണ്, അതാണ് അവസ്ഥ. പിന്നെ സ്ഥലം നൈസ് സാർ, എനിക്ക് ഹാംബർഗ് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇതേപോലെ കുറേ സിറ്റീൻ്റെ ഇടയിൽ നൈസ് സ്പോട്ടുകളുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഒതുങ്ങിയിരുന്നതാണ്. നൈസ് കുട്ടികളും ഉണ്ട് ഗൈസ്, ഇന്ന് നല്ല കുട്ടികളാണ്. ഇന്ന് വെയിലുള്ളതുകൊണ്ട് കുട്ടികൾ അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ 1-2-3 വായി നോക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു. ഞാൻ സിനിമ കാണാൻ വന്നപ്പോൾ കുറച്ച് മലയാളി കുട്ടികൾസ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ആരും ഉണ്ടായില്ല ഗൈസ്. വിഷമമായി പോയി, സെൻറ്റി ആയിപ്പോയി, മൈൻഡ് ഇല്ലാണ്ടായി പോയി ഗൈസ്. കാരണം ഞാൻ വിചാരിച്ചു മലയാള പടമാണ് കുറച്ച് പേര്, കാരണം ഈ തിയേറ്റർ ഷോക്കായിരുന്നു. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കാണണമല്ലോ, കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഈ സീൻ വരത്തേക്ക് ആ വീഡിയോ വന്നിട്ടുണ്ടാവും. ശോകമായിരുന്നു ഗൈസ്, ഫുൾ ശോകം എന്ന് പറഞ്ഞാൽ ഫുൾ ശോകം തിയേറ്റർ. പക്ഷേ സൗണ്ട് പക്കയായിരുന്നു, അത്യാവശ്യം വലിപ്പമുള്ള സ്ക്രീനുമായിരുന്നു, ഒക്കെയാണ്. സൗണ്ട് പക്കയായിരുന്നു ഗൈസ്. ഞാൻ സൗണ്ടിൽ ശോകം വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. ചില നല്ല തിയേറ്ററിൽ പോയിട്ട് പോലും ഇത്ര നല്ല സൗണ്ട് കിട്ടാറില്ല. പക്ഷെ ഇവിടെ സൗണ്ടൊക്കെ നൈസായിരുന്നു, എനിക്ക് സൗണ്ടൊക്കെ നൈസായിട്ട് തോന്നി. പൈസ വസൂൽ. പടം കണ്ടത് റിഗ്രറ്റ് അടിക്കുന്നില്ല, നല്ല പടം. എൻ്റെ സെക്കൻഡ് പാർട്ടിന് ഞാൻ കട്ട വെയിറ്റിങ്. കാരണം അതിലാണ് ഹാഷിർ അഴിഞ്ഞാടാൻ പോണേന്നാണ് പറയുന്നത്. ഹാഷിൻ്റെ കോമഡി സാധനങ്ങളൊക്കെ എൻ്റെ പൊന്നെ, ചെറിയ സാധനമൊക്കെ നൈസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ നൈസ് സാധനങ്ങളുണ്ട്, എനിക്കിഷ്ടമായി. നിങ്ങളെല്ലാവരും പടം കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, എന്താണ് കാണിക്കുന്നത്, ഇങ്ങനെ പ്രാന്താണ് ഒറ്റയ്ക്ക് വീഡിയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നു ലെങ്തി വീഡിയോ. നമ്മളെ ഈ ഭാഗമാണ് ലെങ്തി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് നുണക്കുഴിയും കൂടെ ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് വ്ളോഗ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. എനിക്ക് അങ്ങനെ വഴിയിൽ നിന്ന് ഒരുത്തനെ കിട്ടി, ഒരു തെണ്ടി, ഒരു ശല്യാന്നേ. ഇടയ്ക്കിടയ്ക്ക് റൂമിൽ വന്ന് ഇങ്ങനെ ശല്യം ചെയ്യും. അങ്ങനെ തിരിച്ചെത്തി. എത്ര മണിക്കൂർ എടുത്തു? 4-5 മണിക്കൂർ എടുത്തു ഗൈസ്. നല്ല ക്ഷീണമുണ്ട്, മുഖത്ത് തന്നെ ഉണ്ട്. ഇന്നലെ ഉറങ്ങിയില്ല, ഇന്ന് ക്ഷീണമുണ്ട് ഗൈസ്. സോറി ഗൈസ്, ഞാൻ ഇതിൻ്റെ ആ വീഡിയോന് ബാക്കി എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ സ്പേസ് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ അത് തനിയെ കട്ടായി പോയി ഗൈസ്, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഫോൺ ഐപാഡിലേക്ക് കോപ്പി ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുത്തത്. അതാണ് സെക്കൻഡ് ഡേ ആയിട്ടുള്ളൂ. സോറി ഗൈസ്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് ഡേ നുണക്കുഴിയിലേക്ക് പോകാം. ഓക്കെ, സിയാ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ നമ്മൾ ഇത് കണ്ടിട്ട് വന്നിട്ട് വാഴ കണ്ടുവന്നിട്ട് ലാസ്റ്റ് വീട്ടിലെത്തിയ വ്ലോഗൊന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ ഹിൽഡേഷൻ ഹാനോവറിൽ നിന്ന് വ്ലോഗ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹിൽഡേഷൻ വന്നപ്പോഴത്തേക്ക് തീരെ വയ്യാണ്ടായി. ഹിൽഡേഷൻ ട്രെയിനിലൊരു സംഭവം ഉണ്ടായി, ഒരു ചെറിയ കൊച്ചുണ്ടായിരുന്നു ബാക്കിൽ, ആളായിട്ട് ഇങ്ങനെ കളിച്ച് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. അത് പിന്നെ പാരൻസ് അതിനൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ സ്നാപ്പിൻ്റെ ഒരു ചെറിയൊരു സാധനം എടുത്തിട്ടുണ്ട്, അത് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയാം. കാരണം ഇത് ഹൊറിസോണ്ടലും മറ്റേത് വെർട്ടിക്കലല്ലേ, നോക്കട്ടെ എന്തായാലും. പിന്നെ ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് ഇതിൻ്റെ റൂമിൻ്റെ ബാക്ക് യാർഡ് ആട്ടോ, ആപ്പിളൊക്കെ ഉണ്ട്. ഇത് ഞാനിപ്പോൾ ഡൈനിങ് ടേബിളായിരിക്കണം. ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നുണക്കുഴി കാണാൻ പോകും. ഹാനോവറിലാണ്. പക്ഷേ ഇതിൽ വലിയ വ്ളോഗ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം
ഹാനോവർ ഇന്നലെ നമ്മൾ പോയില്ല, അതേ സ്ഥലം തന്നെ. വ്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ കേട്ടോ. നമ്മൾ ലൈക്ക് ഇന്ന് വെളിച്ചവും ഇല്ല, ഇന്ന് കുറച്ച് ക്ലൗഡിയാണ്, അറിയില്ല എന്താ അവസ്ഥ എന്ന്. എന്നാലും ഞാൻ നോക്കാം എന്താവുമെന്ന്. പടം കഴിഞ്ഞിട്ട് പടത്തിൻ്റെ വീഡിയോ ഇടാം, എങ്ങനെയുണ്ട് പടം, ആ ഒരു സെറ്റ് ചെയ്യാം. ഇൻ കേസ് ഈ വീഡിയോ നീണ്ടു പോവുകയാണെങ്കിൽ ഞാൻ രണ്ടായിട്ട് ഇടും കേട്ടോ, 2 വീഡിയോ ആയിട്ട് ഇടും. കാരണം നീണ്ടു പോയി കഴിഞ്ഞാൽ ആരും കാണില്ല. ഒരു 10-15 മിനിറ്റിന് കൂടുതലായി കഴിഞ്ഞാൽ പടം കാണാൻ അല്ലെങ്കിൽ വീഡിയോ കാണാൻ ആർക്കും ഒരു മൂഡ് ഉണ്ടാവില്ല. അപ്പോൾ അത് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഗൈസ് നമ്മളെ വീണ്ടും പറ്റിച്ചു ഗൈസ്. DB നമ്മളെ വീണ്ടും പറ്റിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു ട്രെയിനായിട്ടായി, ആ ട്രെയിൻ ക്യാൻസൽ ചെയ്ത് ഗൈസ്. ട്രെയിൻ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ അടുത്ത ട്രെയിനിലാണ് പോകുന്നത്. അതാണ് അവസ്ഥ, എന്താ ചെയ്യുക. അതിൻ്റെ ഒരു ആൾക്കാർ വന്നു ഗൈസ്, അത് സംഭവം. ഞാൻ എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ട്രെയിന് S-Bahn എത്തുന്നു. മറ്റേത് RB ആയിരുന്നു, അത് സ്പീഡ് കൂടുതലാണ്, പെട്ടെന്ന് എത്തുമായിരുന്നു. ടൈമിങ്ങിന് ഒരു 11:15 എത്തും. നമുക്ക് 11:40 ഷോ. ഇപ്പം കയറിയിരിക്കുന്ന S-Bahn ആണ്. 11:06 ഇവിടെ നിന്ന് എടുത്തിട്ട് 11:06 എടുക്കുമെന്ന് വിചാരിക്കുന്നു. ഓൺ ടൈമാണെന്ന് തോന്നുന്നു. എടുത്തു കഴിഞ്ഞാൽ ഒരു 11:38 എത്താൻ. എത്തിക്കഴിഞ്ഞാൽ ഓക്കെ, ഒരു ഇൻട്രോ കുറച്ച് പോകുമെങ്കിലും നമ്മൾ ഓടി എത്തും കഴിയും. പക്ഷേ ഇൻ കേസ് ഈ ട്രെയിൻ ലേറ്റായാൽ നമ്മളെത്തില്ല, ഉറപ്പായിട്ട് എത്തില്ല. ലൈക്ക് ഇൻട്രോ കുറച്ചുകൂടി ലേറ്റാവും, കുറേ ഭാഗം മിസ്സാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഗായ്സ്, ഞാൻ അങ്ങനെ തിയേറ്ററിലെത്തിയത്. ഈ കാണുന്നതാണ് തിയേറ്റർ. എൻ്റെ ബാക്കിൽ കുറച്ച് മലയാളീസൊക്കെ നിൽക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ എടുക്കുന്നവർ കണ്ടോ ആവോ അറിയില്ല. നമ്മുടേത് Kino 7 ആണ് ഗൈസ്. അപ്പോൾ പടം കണ്ടു കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. പടം കണ്ടു കഴിഞ്ഞു ഗൈസ്. നമ്മൾ തിയേറ്ററിൻ്റെ സൈഡിലാണ്, ആ ഭാഗത്താണ് തിയേറ്റർ ഉള്ളത്. ആ ഭാഗത്ത് നിന്ന് നമ്മൾ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി തിയേറ്റർ റിലീസ്. ഗൈസ് ഫുൾ ടൈം ചിരിക്കാനുള്ളത് പടം ഗൈസ്. ഫുള്ള് പടം ചിരിക്കാനാണ്. നൈസ് പടം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതൊക്കെ ഉള്ള രീതിയിലാണ് നിർത്തിയിരിക്കണേ. ഞാൻ വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. ഭയങ്കര വെയിലും ഉണ്ട്, അതുകൊണ്ട് ഞാൻ സൈഡ് ഭയങ്കര കാറ്റ്. എനിക്കറിയില്ല ഓഡിയോ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ചിലപ്പോൾ ഓഡിയോ വേറെ തന്നെ ഇടേണ്ടായിരിക്കും. എന്നാലും നൈസായിട്ടുണ്ട് ഗൈസ്, പടം നൈസായിട്ടുണ്ട്, സെറ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ട്രെയിൻ കയറിയിട്ട് പറയാം. ട്രെയിനിന് ഇപ്പോൾ കയറണം. തിയേറ്റർ ഇപ്പോൾ ഉണ്ട്. പിന്നെ നല്ല കുട്ടികളുണ്ടായിരുന്നു ഗൈസ്. കുറേ നാൾക്ക് ശേഷം മലയാളി കുട്ടികൾ കുറേ കണ്ടു. ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ട്രെയിനിലോ അല്ലെങ്കിൽ വൈകുന്നേരം എവിടെ നിന്ന് വെച്ച് വീട്ടിൽ എത്തിയിട്ട് നമുക്ക് ബാക്കി റിവ്യൂ. ഇന്ന് ലൈവ് ഉണ്ടാവും ഗൈസ്, ഞായറാഴ്ച അല്ല ശനിയാഴ്ച. ഇന്ന് ഞായറാഴ്ച കാണാം. അപ്പോൾ ശരി, ബൈ. ഇതാണ് ഹനോവർ സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നത് ഗൈസ്. ബൈ. ഹലോ ഗൈസ്, ഞാനങ്ങനെ തിരിച്ച് സിനിമയെ കഴിഞ്ഞ് വീട്ടിനവിടെ എത്തി. വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ബസ് ഇറങ്ങിയിട്ട് ഒരു 2 ജംഗ്ഷനിൽ നിന്ന് അവിടെ വരെ കുറച്ച് നടക്കാണ്ട്, ഒരു 100-150 മീറ്റർ അത്രേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ നുണക്കുഴി കണ്ടു ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പടം രക്ഷയില്ല, നമ്മളെ എൻ്റെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. നല്ല മൂഡ് പടം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൂഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടോ, വൈബ് പടം എന്ന് ഉദ്ദേശിച്ചത് അങ്ങനല്ല. നല്ല നല്ല രസമുള്ള പടമായിരുന്നു ഗൈസ്. ഞാൻ ജിത്തു ജോസഫ് ഒരു വേറെ ട്രാക്ക് പിടിച്ചപ്പോൾ നല്ല രസമുണ്ടായി. സ്ക്രിപ്റ്റ് രക്ഷയില്ല, അതെങ്ങനെ എല്ലാവരും കൊണ്ടുവരുന്നു, അതൊക്കെ ഒരു ഭയങ്കര രസമുള്ള ഒരു രീതി ഗൈസ്. നിങ്ങൾ ഈ ഇതൊക്കെ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പടം കണ്ടിട്ട് ഞാൻ ലൈക്ക് ജർമ്മനിയിൽ ഇവിടെ വന്നിട്ട് ഇവിടെ പടം വരാൻ ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റാകും കഴിയും. നമ്മൾ അടുത്ത മിക്കവാറും നമ്മളെ തലപതിൻ്റെ പടമായിരിക്കും. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ നോക്കുന്നുണ്ട്. മിക്കവാറും ഇവിടെ 4th നൈറ്റ് ആയിരിക്കും റിലീസ്. ഇവിടെ ഹനോവറിലോ മിക്കവാറും ഹാംബർഗിലോ വരെല്ലാം പോകേണ്ടി വരും. അതും ഇതേപോലെ സിനിമാക്സ് വലിയ ഇതിലല്ല, വേറെ രീതിയിലാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അതാണ് സംഭവം. പിന്നെ ഇപ്പം ഇവിടുത്തെ വ്യൂ കാണിച്ചു. ഇതാണ് ഇപ്പോഴത്തെ വെയിൽ, നല്ല വെയിലുണ്ട്. രാവിലെ ക്ലൗഡി എന്നൊക്കെ പറഞ്ഞതാണ്, ഇപ്പം നോക്കിയാൽ ഭയങ്കര വെയിൽ. ജർമ്മനിയിലെ കാലാവസ്ഥ നല്ല ടൈപ്പാണ് ഗൈസ്. നമ്മളെ ലൈവ് നല്ല രീതിയിൽ പോകണം, അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. ഇതാണ് ഗൈസ് ലൈക്ക് നമ്മുടെ ഏരിയ, നമ്മുടെ സ്ട്രീറ്റ്, നമ്മുടെ ബിൽഡിംഗ് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ബിൽഡിങ്. നമ്മുടെ സ്ട്രീറ്റിൻ്റെ പേരാണ് ഉൽമൻബെക്ക്. ആ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വിൻഡോ ഉണ്ട്, ചെറിയ മരത്തിനിടെ കൂടി, അതാണ് എൻ്റെ റൂം. നമ്മുടെ ബിൽഡിംഗ് നമ്പർ 22 അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചെത്തി ഗൈസ്. നമ്മളങ്ങനെ തിരിച്ചെത്തി. നമ്മുടെ ചെറിയ ഏരിയ ഒന്ന് വ്യൂ കാണിച്ചു തരാം. ഇതാണ് ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ വരെ
ചൂസ്.